السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. الحمد لله الذي قد أرسل لطهارة الإنسان دوما مرسلا. വിജ്ഞാന ദീപം നാം കൊളുത്തിയെടുക്കണം, എവിടുന്ന് കേട്ടാലും വിടാതെ പഠിക്കണം. നബിയോട് റബ്ബ് പറഞ്ഞതോർക്കുന്നില്ലയോ, ഖുൽ റബ്ബി സിദ്നി ഇൽമു മാത്രവുമല്ലയോ. ആരൊക്കെ ധനമേകുന്നു എന്നാൽ തന്നെയും അതിലുപരിയാണവരറിവ് തന്നാൽ പിന്നെയും. ആരൊക്കെ ധനമേകുന്നു എന്നാൽ തന്നെയും അതിലുപരിയാണവരറിവ് തന്നാൽ പിന്നെയും. അൽഹംദുലില്ലാഹ്, മഹാനായ ഇബ്നു ജൗസി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ച ഒരു സംഭവം ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു. പ്രത്യേകിച്ച് സ്വർഗത്തിലാണ് നമ്മൾ സൃഷ്ടിച്ചത്. ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത് സ്വർഗത്തിലാണ്. അപ്പൊ നമ്മുടെ മനുഷ്യന്റെ തറവാടെന്ന് പറയുന്നത് സ്വർഗമാണ്. അപ്പൊ ഈ സ്വർഗത്തിലെത്തുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ പാപരഹിതനായിട്ടായിരിക്കും. അതായത് ഒരു തെറ്റും അവനിൽ അവശേഷിക്കാത്ത അവസ്ഥയിൽ അവൻ സ്വർഗത്തിലെത്തുള്ളൂ. അപ്പൊ സ്വർഗം തെറ്റ് ചെയ്യാത്തവർക്കുള്ളതാണ്. ഈ ഭൂമിയിൽ അങ്ങനെ നമ്മൾ വന്നാൽ തെറ്റ് ചെയ്യും, തെറ്റ് സംഭവിക്കും, അത് ഉറപ്പാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്യാത്തവർ ഭൂമിയിലില്ല, തെറ്റിൽ നിന്നാരുമേ മുക്തരല്ല. തെറ്റിനെ തെറ്റായി കണ്ടിടണം, പറ്റിയ തെറ്റു തിരുത്തിടണം. തെറ്റിനെ തെറ്റായി കണ്ടിടണം, പറ്റിയ തെറ്റു തിരുത്തിടണം. തെറ്റു ശരിയാക്കി മാറ്റുവാനായി മറ്റൊരു തെറ്റാരും ചെയ്യരുതേ. ഇപ്പൊ തെറ്റുകൾ സംഭവിക്കുക സ്വാഭാവികമാണ് മനുഷ്യൻ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിഭാഗം ആൾക്കാരെ തെറ്റിൽ നിന്ന്, തെറ്റ് സംഭവിക്കുന്നതിൽ നിന്നും അല്ലാഹു തആല മുക്തരാക്കിയിട്ടുണ്ട്. അതിലൊന്ന് പ്രവാചകന്മാരാണ്, അംബിയാ മുർസലുകളാണ്. അല്ലാഹു തആല അവരെ തെരഞ്ഞെടുത്തവരാണ്. ഓരോ പ്രവാചകന്മാരെയും ഓരോ സമൂഹത്തിൽ നിന്നും അല്ലാഹു തആല തെരഞ്ഞെടുത്തവരാണ്. അള്ളാഹു തിരഞ്ഞെടുക്കുമ്പോൾ അള്ളാഹുവിന് തെറ്റ് സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അബദ്ധം സംഭവിക്കുകയില്ല. ഒരാളെ പ്രവാചകനായിട്ട് എടുത്തിട്ട് ആ വ്യക്തിയെ നാളെ പ്രവാചകനല്ലാതാക്കുന്ന ഒരവസ്ഥയില്ല. ആ സ്ഥാനത്ത് നിന്ന് ഒരിക്കലും നിൽക്കുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആ വ്യക്തിയെ പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നത്. നാം മനസ്സിലാക്കണം. രണ്ടാമത്, തെറ്റ് ചെയ്യാത്ത വിഭാഗം എന്ന് പറഞ്ഞാൽ മലക്കുകളാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേക സൃഷ്ടികളാണ്. അവർക്ക് അല്ലാഹു തആല ഒരുപാട് സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം രണ്ട് വിഭാഗം ഒഴിച്ചു ബാക്കി എല്ലാവരും എന്ത് ചെയ്യും? സാധാരണക്കാർക്ക് തെറ്റുകൾ സംഭവിക്കാം. അപ്പൊ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവൻ എന്ത് ചെയ്യുന്നു? നിഷ്കളങ്കമായി തൗബ ചെയ്താൽ യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവന്റെ തെറ്റുകളെ അല്ലാഹു തആല നന്മകളായി മറിക്കുന്നു. അപ്പം നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ എന്തുവരും? സംഭവിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ എടുക്കുന്നത്. ഒന്നാമതായി നാം മനസ്സിലാക്കണം, തെറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ കോപമാണ്. നമ്മളെ സൃഷ്ടിച്ച അള്ളാഹു നമുക്ക് നേരായ ഒരു മാർഗം കാണിച്ചു തന്നു, നമുക്കൊരു വഴി കാണിച്ചു തന്നു. മഹാന്മാരുടെ പാത, സജ്ജനങ്ങളുടെ പാത, സൽക്കർമ്മികളുടെ പാത. ഒരു മനുഷ്യന്റെ എല്ലാ ചലന നിശ്ചലങ്ങളും ഇബാദത്താക്കി മാറ്റി അള്ളാഹുവിലേക്ക് അടുക്കുക, അതാണ് തെറ്റിൽ നിന്ന് മുക്തമാകാനുള്ള ഒന്നാമത്തെ മാർഗം. ഇതിനു വേണ്ടിയാണ് അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചത്. എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കുക. അപ്പം നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ഒന്നാമത് നമുക്ക് കിട്ടുന്ന ദുരന്തം എന്താന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ കോപമാണ്. അള്ളാഹുവിന്റെ കോപം വരുമ്പോൾ വേറൊരാള് സന്തോഷിക്കും. അതാണ് രണ്ടാമത്തെ കാര്യം. അതായത് അള്ളാഹു കോപിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ആ മനുഷ്യനെ ശിക്ഷിക്കുന്നത് നരകത്തിലിട്ടാണ്. അപ്പൊ നമ്മളെ നരകത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ, ക്ഷണിച്ചു കൊണ്ടുപോകാൻ ഒരാൾ കാത്തിരിപ്പുണ്ട്.
ആ ആളാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അപ്പൊ ഒന്നാമത് എന്താണ്? അള്ളാഹുവിന്റെ കോപം. രണ്ടാമത് ഇബ്ലീസ് അലൈഹിയെ സന്തോഷിപ്പിക്കലാണ്. നാം തെറ്റ് ചെയ്യുമ്പോൾ സന്തോഷിക്കുന്ന ഒരേ ഒരാൾ ആരാണ്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. ഇനി മൂന്നാമത്തെ ദുരന്തം, സ്വർഗത്തിൽ നിന്നും ഈ മനുഷ്യൻ അകലുന്നു. കാരണം എന്താണ്? സ്വർഗത്തിൽ തെറ്റ് ചെയ്യുന്നവർ കടക്കയില്ലെന്ന് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ സ്വർഗത്തിൽ നിന്നും ഈ മനുഷ്യന്റെ തെറ്റുകൾ, ഓരോ തെറ്റുകളും അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാലാമത്തെ എന്താണ്? ഈ സ്വർഗത്തിൽ നിന്ന് അകലുന്നതനുസരിച്ച് നരകത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന്റെ കോപമാണ്. രണ്ടാമത് തെറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സന്തോഷിക്കുകയാണ്. മൂന്നാമത് സ്വർഗത്തിൽ നിന്ന് അകലുകയാണ്. നാലാമത് നരകത്തിലേക്ക് അടുക്കുകയാണ്. ഇനി അഞ്ചാമത്തെ ദുരന്തം എന്ന് പറയുന്നത്, നമ്മൾ ഏത് സ്ഥലത്താണോ തെറ്റുകൾ ചെയ്യുന്നത് ആ സ്ഥലം നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷിയായി വരും. ഏത് രഹസ്യമായി ചെയ്യുന്ന തെറ്റും പരസ്യമായി ചെയ്യുന്ന തെറ്റും അള്ളാഹുവിന്റെ മുമ്പിൽ ആ സ്ഥലം സാക്ഷിയായി നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. അപ്പം 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞെങ്കിൽ, ആറാമത് തമ്പിന്ന് ഓരോ തെറ്റ് ചെയ്യുമ്പോഴും നഫ്സിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. നമുക്കറിയാം, ഓരോ വ്യക്തിയും ജനിക്കുന്നത് നിഷ്കളങ്ക ഹൃദയത്തോടെയാണ്. അവന്റെ നഫ്സ് പരിശുദ്ധമാണ്, അവന്റെ ആത്മാവ് പരിശുദ്ധമാണ്. ഏതുപോലെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് അല്ലാഹു തആല നിഷ്കളങ്കമായ ഹൃദയമായി കൊടുക്കുന്നു. എന്ന് പറയാൻ കൽബിൽ കറയില്ല, അപ്പൊ കണ്ണിന് മറയില്ല. കൽബിൽ കറ കൂടുമ്പോൾ കണ്ണിന് മറ വരും. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ 6 മാസം ആകുന്നതിന് മുമ്പൊക്കെ നമുക്ക് ആ കുട്ടിയെ തൊട്ടിൽ പോയി നോക്കിയാൽ ആ കുട്ടി പുഞ്ചിരിക്കുന്ന കാണാം. ഉറക്കത്തില് ആ കുഞ്ഞ് പുഞ്ചിരിക്കുന്നു. എന്തുകൊണ്ട് പുഞ്ചിരിക്കുന്നു? ആ കൽബിൽ കറയില്ല. കറയില്ലാത്ത കൽബും മറയില്ലാത്ത കണ്ണുമാകുമ്പോൾ അല്ലാഹു തആല ആ കുഞ്ഞിന്റെ കണ്ണിൽ ഈ ലോകത്ത് 2 ശക്തികളുണ്ട് നമ്മൾ അറിയാത്ത. ഒന്ന്, മുഖറബീങ്ങളായ അല്ലാഹുമായി വളരെ അടുത്ത സാമീപ്യമുള്ള മലക്കുകളുണ്ട്. അതേപോലെ അള്ളാഹുവിന്റെ കോപത്തിനിരയായ ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കളുമുണ്ട്. ഈ 2 വിഭാഗത്തെയും കാണാൻ ആർക്ക് കഴിയും? ഈ നിഷ്കളങ്കമായ ഹൃദയമുള്ള കുഞ്ഞിന് കഴിയും. ആ തൊട്ടിൽ കിടന്ന് പുഞ്ചിരിക്കുന്ന എന്തുകൊണ്ടിട്ടാണ്? അള്ളാഹുവിന്റെ മലായികത്തുകളായ മുഖറബീങ്ങളായ മലക്കളെ കാണുമ്പോഴാണ് കുട്ടി പുഞ്ചിരിക്കുന്നത്, അവരുടെ സുന്ദരമായ രൂപം കാണുമ്പോൾ. എന്നാൽ ശൈത്താനെ ആ കുട്ടി കാണുന്നത് എങ്ങനെയായിരിക്കും? ഭീകരമായ പേടിപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കും. അതുകൊണ്ടാണ് പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെയും, അതായത് പ്രായപൂർത്തിയാവാത്ത കുഞ്ഞു മക്കളെ മഗ്‌രിബിന് മുമ്പും ശേഷവും വീട്ടിന് പുറത്ത് വിടരുതെന്ന് പറയുന്നത്. കാരണം എന്താ? ശൈത്താൻ വിഹരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ശൈത്താൻ എന്താവും? ശല്യം, അതായത് അവന്റെ ഷർറുകൾ ഈ കുട്ടിയുടെ ശരീരത്തിൽ ഏൽക്കാൻ കാരണമുണ്ട്. അപ്പൊ ഈ കുട്ടി ശൈത്താൻ, ഈ നിഷ്കളങ്കമായ ഹൃദയത്തിന്റെ ഉടമയായ കുട്ടി ശൈത്താന്റെ ഭീകര രൂപം കാണുമ്പോൾ പൊട്ടിക്കരയും. ആ കരച്ചില് സാധാരണഗതിയിൽ പെട്ടെന്ന് നമ്മൾ താരാട്ടിയാലോ താലോലിച്ചാലോ പാല് കൂട്ടിയാലോ എന്നും എന്ത് ചെയ്യത്തില്ല, ആ കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ട്? ആ കുട്ടി കണ്ടത് എന്താണ്? ഈ ലോകത്തെ ഏറ്റവും ഭീകരമായ രൂപത്തെയാണ് കണ്ടത്. അത് കാണാനുള്ള കണ്ണാർക്കുണ്ട്? ആ കുട്ടിക്കുണ്ട്. അപ്പൊ ആ കുഞ്ഞിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ കുട്ടിയെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഉറങ്ങാൻ നേരമുള്ള ദിക്റുകളും സ്വലാത്തുകളൊക്കെ നമ്മൾ ഓതി നമ്മുടെ കയ്യിൽ ഊതി തടവി കൊടുക്കണം. കാരണം ഖുർആൻ ഓതുന്ന നാവിന് ബർക്കത്തുണ്ട്, ആ ശബ്ദത്തിന് ബർക്കത്തുണ്ട്, ആ ശ്വാസത്തിന് ബർക്കത്തുണ്ട്, ആ ശ്വാസം തട്ടുന്ന കൈക്കും ബർക്കത്തുണ്ട്. ആ ബർക്കത്തിന് എന്താക്കണം? കുട്ടിക്ക് സ്വന്തമായിട്ട് ഓതാൻ കഴിയത്തില്ലല്ലോ, നമ്മൾ അറിവുള്ളവർ ഓതിയിട്ട് ആ കുട്ടിയെ തടവി കൊടുക്കണം. അപ്പൊ ശൈത്താന്റെ ഷർറുകളിൽ മാറും. അല്ലാഹു തആല നമ്മെ ഏവരെയും ലഅനത്താക്കപ്പെട്ട ശൈത്താനിന്റെ ഷർറിൽ നിന്ന് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുഖറബീങ്ങളായ മലക്കുകൾ സന്ദർശിക്കുന്ന ഭവനങ്ങളായ അല്ലാഹു തആല നമ്മുടെ ഭവനങ്ങളെ മാറ്റുകയും ചെയ്യുമാറാകട്ടെ.
അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താണ്? ഓരോ തെറ്റ് ചെയ്യുമ്പോഴും സ്വന്തം നഫ്സിന്റെ പരിശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശരീരത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നതാണ് പരിശുദ്ധമായ അവസ്ഥയാണ്. ഇനി ഓരോ തെറ്റുകളും നമ്മിൽ സംഭവിക്കുന്ന വലിയൊരു വിഷമമുണ്ട്, വേദനാജനകമായ സംഭവം. അതെന്താണ്? നാം ചെയ്യുന്ന ഓരോ തിന്മകളും നാം ചെയ്യുന്ന ഓരോ നന്മകളും തിന്മകളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? നമ്മളെ തെറ്റുകൾ കാണുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ മുത്തുനബിയെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ഒരവസ്ഥയിൽ നമ്മൾ എത്തുന്നു. അതും വലിയൊരു ദുരന്തമാണ്. അപ്പൊ നമ്മൾ 7 ദുരന്തങ്ങളാണ് പറഞ്ഞത്. ഒന്നെന്താണ്? അള്ളാഹുവിന്റെ കോപം. 2 ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ സന്തോഷിപ്പിക്കുന്നു. 3 സ്വർഗത്തിൽ നിന്ന് അകലുന്നു. 4 നരകത്തിലേക്ക് അടുപ്പിക്കുന്നു. 5 തെറ്റ് ചെയ്യുന്ന സ്ഥലം നാളെ സാക്ഷിയായി വരുന്നു. 6 ഓരോ തെറ്റും നമ്മുടെ നഫ്സിനെ, നമ്മുടെ ആത്മാവിനെ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 7ാമത്തെ എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്താക്കുന്നു? വേദനിപ്പിക്കുന്നു, ദുഃഖിപ്പിക്കുന്നു. അപ്പം നമ്മൾ മുത്തുനബിയെ ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മിൽ വരുന്ന തെറ്റുകൾ എന്ന് മനസ്സിലാക്കുക. അപ്പം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും നമ്മെ പഠിപ്പിച്ചു, ഒരു തെറ്റും ചെയ്യാത്ത നബി 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹിൽ അദീം പറയും. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. ഒരു തെറ്റ് ചെയ്താൽ ഉടനെ നമ്മൾ എന്ത് പറയണം? അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. എന്നാൽ ഏറ്റവും വലിയ ശരിയാണല്ലോ നിസ്കാരം. ആ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. ഇത് വലിയ ഒരു നിധിയാണ് അസ്തഗ്ഫിറുല്ലാഹിൽ അദീം അള്ളാഹു നമുക്ക് തന്നത്. ഏതുപോലെ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ കണ്ടുമുട്ടി. കാരണം പ്രവാചകന്മാർക്ക് ഇബ്ലീസിന്റെ യഥാർത്ഥ രൂപം കാണാനും പറ്റും, അവരുമായി സംവാദിക്കാനും പറ്റും, അവരുമായി സംസാരിക്കാനും പറ്റും. അങ്ങനെ സംസാരിച്ചപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്ലീസിനോട് ചോദിച്ചു, മനുഷ്യന്മാർ എത്ര വിഭാഗമാണെന്ന് ചോദിച്ചു. അപ്പൊ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, 3 വിഭാഗമാണെന്ന്. ഒന്ന് നിങ്ങളെപ്പോലെയുള്ള പ്രവാചകന്മാരാണെന്ന്, നിങ്ങളിൽ തെറ്റ് സംഭവിക്കത്തില്ല, ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയും നിങ്ങളിൽ ഇല്ലെന്ന് പറഞ്ഞു. കാരണം നിങ്ങളിൽ നന്മയല്ലാതെ, കാരണം നാം നേരത്തെ പറഞ്ഞു മഅ്സൂമികളാണ്. അല്ലാഹു തആല പ്രത്യേക സംരക്ഷണം തെറ്റ് വരുന്നതിൽ സംഭവിക്കുന്നതെന്നും അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പ്രവാചകന്മാർ ഒന്നാണ്. 2ാമതൊരു വിഭാഗമുണ്ട്, അവരെ കൊണ്ട് ഞാൻ തെറ്റുകൾ ചെയ്യിക്കും. ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്യിപ്പിക്കും, പക്ഷെ അവർക്ക് തെറ്റാണെന്നുള്ള ഓർമ്മ പോലും ഇല്ലാതെ വീണ്ടും അടുത്ത തെറ്റിലേക്ക് പോകും, വീണ്ടും തെറ്റിലേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ തെറ്റുകളുടെ കൂമ്പാരം അവരെ കൊണ്ടുണ്ടാക്കും. അവർ ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഇനി 3ാമതൊരു വിഭാഗമുണ്ട്, അവരെ കൊണ്ട് ഞങ്ങൾ തെറ്റ് ചെയ്യിപ്പിക്കും. അവരാണ് ഞങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ള ഒരു കൂട്ടർ. അവരെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ തെറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവരെ കൊണ്ടുള്ള വിഷമം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവരെ കൊണ്ട് ഞങ്ങൾ തെറ്റും പാവങ്ങൾ തെറ്റ് ചെയ്യിപ്പിച്ച് ഞങ്ങൾ വളരെ സന്തോഷിക്കും. പക്ഷേ അവരെന്ത് ചെയ്യും? അവര് ഈ തെറ്റൊക്കെ ചെയ്താലും അറിയാതെ വന്നു പോകുന്ന തെറ്റുകൾ പിന്നെ അവർക്ക് എന്താക്കും? അള്ളാഹു പുറത്തു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് അവർ നിഷ്കളങ്കമായി ഖേദിക്കും, പടച്ചവനെ ഞാൻ തെറ്റ് ചെയ്തു പോയി, അസ്തഗ്ഫിറുല്ലാഹിൽ അദീം, പടച്ചവനെ എനിക്ക് നീ പുറത്തു തരണേ, എനിക്ക് പുറത്തു തരണേ എന്ന് പറയും. അപ്പൊ ഈ അസ്തഗ്ഫിറുല്ലാ മുറുകെ പിടിക്കുന്നവരാണ് അവർ. അതുകൊണ്ടാണ് ഈ അസ്തഗ്ഫിറുല്ലാ മുറുകെ പിടിക്കാനാണ് നമുക്ക് നിസ്കാരം കഴിഞ്ഞാൽ പോലും അസ്തഗ്ഫിറുല്ലാ ഉണ്ട്, നിസ്കാരത്തിനുള്ളിലും അസ്തഗ്ഫിറുല്ലാ ഉണ്ട്. ഏതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണല്ലോ സുജൂദ്. ആ 2 സുജൂദിന്റെ ഇടയിൽ നമ്മൾ എന്ത് പറയും? റബ്ബി ഗ്ഫിർലി എന്നാണ് പറയുന്നത്. 7 കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ. അതിൽ 1ാമത് ചോദിക്കുന്നത് റബ്ബി ഗ്ഫിർലി, എനിക്ക് പുറത്തു തരണേ. അതേപോലെ നിസ്കാരത്തിന് അവസാനത്തെ അത്തഹിയ്യാത്തിലെ ദുആ തുടങ്ങുന്നത് എന്താ? അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅ്ലൻതു എന്ന് പറയുന്ന വലിയൊരു ദുആ കൊണ്ടാണ് നമ്മൾ നിസ്കാരം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ തെറ്റിൽ നിന്നും പാപമുക്തനാകാനുള്ള വഴിയാണ് നിസ്കാരം. അള്ളാഹു എനിക്ക് മുന്തി ചെയ്തതും പിന്തി ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും ഞാൻ അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും ഞാൻ അമിതമായി ചെയ്തതും എല്ലാ തെറ്റുകളും എനിക്ക് പുറത്തു തരണേ എന്നാണ് അവസാനത്തെ തഹിയ്യാത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പുള്ള ദുആയി പറയുന്നത്. അപ്പൊ എത്ര ഗൗരവമുള്ള കാര്യമാണ് തെറ്റിൽ നിന്ന് മുക്തമാകാൻ അള്ളാഹു നമുക്ക് തന്ന വഴി. കാരണം മനുഷ്യരാകുമ്പോൾ എന്ത് ചെയ്യും? ആദ്യത്തെ പാട്ട് നിങ്ങൾ മറക്കണ്ട,
തെറ്റ് ചെയ്യാത്തവർ ഭൂമിയിലില്ല. തെറ്റിൽ നിന്നാരുമേ മുക്തരല്ല. തെറ്റിനെ തെറ്റായി കണ്ടിടണം, പറ്റിയ തെറ്റു തിരുത്തിടണം. തെറ്റു ശരിയാക്കി മാറ്റുവാനായി മറ്റൊരു തെറ്റാരും ചെയ്യരുതേ. അപ്പൊ തെറ്റിൽ നിന്ന് എന്താണ്ടാവും? മുക്തമാകാൻ ഒരുപാട് മാർഗങ്ങൾ അള്ളാഹു തആല തന്നിട്ടുണ്ട്. അള്ളാഹു തആല നിശ്ചയിച്ച ആ പാതയിലൂടെ പോവുക. പ്രത്യേകിച്ച് ഈ ആഖിർ സമാന്റെ ഫിത്നയുടെ കാലഘട്ടമാണ്. എന്താണ്? ഖൈറും ഷർറും അല്ലാഹു കാട്ടിത്തന്നു നമ്മക്ക്, രണ്ടും തന്നവൻ അല്ലാഹു, വേണ്ടതെടുക്കാൻ നമ്മക്ക്. ഖൈറാൻ നന്മകൾ ചെയ്യുന്നോർ കുറവാണല്ലോ ലോകത്ത്, ഷർറാൻ തിന്മകൾ ചെയ്യുന്നോർ ഒരുപാടുണ്ട് ലോകത്ത്. അപ്പം ഏറ്റവും കൂടുതലുള്ള ഈ കാലഘട്ടത്തിൽ ആരാണ്? അത് ഏത് കാലഘട്ടത്തിലും തിന്മ ചെയ്യുന്നവരായിരിക്കും, നന്മ ചെയ്യുന്നവർ കുറവായിരിക്കും. അപ്പം നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ വരണം. തെറ്റ് ചെയ്യുന്നവർക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു തആല നാം ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു തആല മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത് എന്താണ്? ഖൽബിൽ ഒരു കറുത്തൊരു കുത്ത് വീഴും. ആ കുത്തുകൾ വലിയൊരു കരിമ്പാറയ്ക്ക് സമാനമായി മാറുന്നു. ആ കരിമ്പാറയ്ക്ക് സമാനമായ ഖൽബിലേക്ക് എന്ത് ചെയ്യത്തില്ല? ഒരു ഉപദേശങ്ങളോ ദീനീയ അറിവുകളോ അവന്റെ മനസ്സിൽ പിന്നെ കയറുകയില്ല. മരിക്കുന്ന സമയത്ത് കലിമത്തു ഷഹാദത്ത് പോലും ചെല്ലാൻ സാധിക്കില്ല. അള്ളാഹു നമുക്ക് സ്വർഗം കണ്ട് സന്തോഷത്തോടെ കലിമത്തു ഷഹാദത്ത് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നാമുമായി ബന്ധപ്പെട്ടവരുടെയും പാവങ്ങളെ അള്ളാഹു നമ്മളെ ഇരു ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.